പ്രിയമുള്ളവരെ, വചനജ്വാല 1032 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 28 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 28 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സുദിനത്തിൽ ഇന്നത്തെ ബൈബിൾ വാചനയിൽ എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം 10 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. 7-ാം ദിവസം രാജാവിന്റെ ഹൃദയം വീഞ്ഞു കുടിച്ച് സന്തുഷ്ടമായപ്പോൾ വാഷ്തി രാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജകീയ കിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കാൻ അഹേസൂസ് രാജാവ് കൊട്ടാരത്തിലെ സേവകന്മാരായ മെഹുമാൻ, ബിസ്ത, ഹർണബ, ബിക്ത, അഗാബ്ദ, സ്വയദ, കാർക്കാസ് എന്നീ 7 ഷണ്ഡന്മാരോട് കൽപ്പിച്ചു. രാജ്ഞി കാഴ്ചയ്ക്ക് വളരെ അഴകുള്ളവളായിരുന്നു. ഷണ്ഡന്മാർ അറിയിച്ച രാജകൽപ്പന അനുസരിച്ച് വിരുന്നിന് വരുന്നതിന് വാഷ്തി രാജി വിസമ്മതിച്ചു. തന്മൂലം രാജാവ് കോപിച്ചു. കോപം ഉള്ളിൽ ആളിക്കത്തി. നിയമത്തിലും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവിന് പതിവായിരുന്നു. തന്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പേർഷ്യയിലെയും മോദിയായിലെയും പ്രഭുക്കന്മാരായ കർഷേന, ഷത്താർ, അദ്മാദ, താർഷിഷ്, മേരസ്, മർസേന, മെമുക്കാൻ എന്നീ ജ്ഞാനികളും പ്രമുഖന്മാരായ 7 പേരോടും രാജാവ് ആരാഞ്ഞു. നിയമമനുസരിച്ച് വാഷ്തി രാജ്ഞിയോട് എന്താണ് ചെയ്യേണ്ടത്? അഹസ്വേരോസ് രാജാവ് ഷണ്ഡന്മാർ മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല. അപ്പോൾ മെമുക്കാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടുമായി പറഞ്ഞു. രാജാവിനോട് മാത്രമല്ല, പ്രഭുക്കന്മാരോടും അഹസ്വേരോസ് രാജാവിന്റെ എല്ലാ പ്രവശ്യകളിലും നിന്നുള്ള സകല ജനങ്ങളോടുമാണ് വാഷ്തി രാജ്ഞി തെറ്റ് ചെയ്തിരിക്കുന്നത്. രാജ്ഞിയുടെ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. അവർ പറയും, തന്റെ മുൻപിൽ വരാൻ അഹസ്വേരോസ് രാജാവ് വാഷ്തി രാജ്ഞിയോട് ആജ്ഞാപിച്ചു, അവൾ ചെന്നില്ല. രാജ്ഞിയുടെ പെരുമാറ്റത്തെപ്പറ്റി കേട്ട പേർഷ്യയിലെയും മേദിയായിലെയും വനിതകൾ അതിനെപ്പറ്റി തന്നെ രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും പറയും. അങ്ങനെ വലിയ അവജ്ഞയും അമർഷവും ഉണ്ടാകും. രാജാവിന് ഹിതമെങ്കിൽ വാഷ്തി ഇനി ഒരിക്കലും അഹസ്വേരോസ് രാജാവിന്റെ മുൻപിൽ വരരുതെന്ന് ഒരു രാജശാസനം പുറപ്പെടുവിപ്പിച്ച് അതിന് മാറ്റം വരാതിരിക്കത്തക്ക വിധം 50 പേർ പേർഷ്യക്കാരുടെയും മേദിയാക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ. രാജ്ഞീപദം അവിടേക്കാൾ ശ്രേഷ്ഠയായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ. അപ്രകാരം രാജകൽപ്പന വിസ്തൃതമായ രാജ്യത്തെങ്ങും വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും വലിയവരും ചെറിയവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ ഉപദേശം രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടപ്പെട്ടു. മെമുക്കാൻ നിർദ്ദേശിച്ചതുപോലെ രാജാവ് ചെയ്തു. പുരുഷന്മാർ വീടുകളിൽ നാഥന്മാരായിരിക്കണമെന്ന് രാജാവ് തന്റെ സകല പ്രവശ്യകളിലേക്കും എഴുത്തുകൾ അയച്ചു. ഓരോ പ്രവശ്യയ്ക്കും അതിന്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിന്റെ ഭാഷയിലുമാണ് എഴുതിയത്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയും സഭാപിതാവുമായ വിശുദ്ധ ഇറേനിയൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. പാണ്ഡിത്യത്തിലും വിശുദ്ധിയിലും വളർന്നു വന്ന ഇറേനിയൂസ് പുരോഹിതനായ ശേഷം ലിയോൺസിലേക്ക് പോയി. അതിനുശേഷം 2ാമത്തെ മെത്രാനായി. പാഷണ്ഡതകൾക്കെതിരെ ലളിതമായ ഭാഷയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതുകയും ഒരുപാട് പേരെ ക്രിസ്തു മതത്തിലേക്ക് ആനയിച്ചിട്ടുമുണ്ട്. ഒരുപാട് പേർ സംശയ ദൂരീകരണം നടത്തിയിരുന്നു. ഇത്തരം പുസ്തകങ്ങളിലൂടെയായിരുന്നു. റെനേവൂരുസിന്റെ ചക്രവർത്തിയുടെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള
വിളംബരം മൂലം ഇദ്ദേഹം അനേകം കത്തോലിക്കരോടൊപ്പം ഇറേനൂസ് മെത്രാനും രക്തസാക്ഷിയായി. രക്തസാക്ഷിയും സഭാപിതാവും മെത്രാനുമായ വിശുദ്ധ ഇറേനൂസിന്റെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.